ഹലോ ഗൈസേ, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് രസകരമായ എന്നാൽ കാര്യമായി ഇമ്പോർട്ടൻ്റ് എന്ന് എനിക്ക് തോന്നുന്ന ഒരു വിഷയമാണ് ഗൈസ്. ഫേഷ്യൽ എക്സ്പ്രഷൻസിൻ്റെ ലാംഗ്വേജിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അത് പ്രത്യേകിച്ച് രേണുസുധിയുടെ ഒരു വീഡിയോ നമ്മൾ നോക്കുമ്പോൾ പൊതുവെ അവരുടെ വീഡിയോസിന് താഴെ വരുന്ന ഒരു കമൻറ്റാണ്, അഹങ്കാരി, അവളുടെ പ്രതികരണം കണ്ടില്ലേ, അവളുടെ ചിരി കണ്ടില്ലേ, അവൾ ബഹുമാനമില്ലാണ്ട് കാണിക്കണോ, ധിക്കാരം കാണിക്കുന്നു, അവളുടെ മുഖത്ത് കാണുന്ന ഇത് കണ്ടില്ലേ, ഈ ഒരു സംഗതി. അതായത് അവർ പ്രതികരിക്കുന്ന രീതി, അവർ ഫേഷ്യൽ എക്സ്പ്രഷൻ, അതേപോലെ അവരെ ചുണ്ടിൻ്റെ ചലനം, മൂക്കിൻ്റെ ഇത്, കണ്ണിൻ്റെ ഇത്, അത് നോക്കുന്നത് ഒക്കെ കണ്ടിട്ട് പലരും പറയുന്നത് വെച്ചാൽ അവർ അങ്ങനെ റിയാക്ട് ചെയ്യണതൊക്കെ കണ്ടിട്ട് അഹങ്കാരിയാണെന്ന് മുദ്ര കുത്തിയിട്ടുള്ള ഒരു സംഗതി. ഇക്കൊന്ന് രേണുസുധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല വിഷയങ്ങളിലും ആളുകൾക്ക് രേണുസുധിയുടെ ഒരു ദേഷ്യം, ചില ആളുകൾക്കൊരു വെറുപ്പ്, അല്ലെങ്കിൽ ഒരു ഡിസ്ഗസ്റ്റ്, അങ്ങനെ എന്തൊക്കെ ഒരു എതിരഭിപ്രായം തോന്നുന്നത് പലപ്പോഴും അവരൊരു പെരുമാറ്റ രീതിയിലാണ് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇതുമായി കണക്ട് ചെയ്തിട്ടാണ് ഈ കാര്യത്തെ പറയുന്നത്. ക്ഷമയുള്ളവർ കേൾക്കുക. ഓക്കെ, സമയം ഇപ്പോൾ 12 എന്താ ആവാറായിരുന്നുണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത്. നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഇത് എത്രത്തോളം ഇഫക്റ്റീവ് ആവും വീഡിയോ എന്ന് എനിക്കറിയില്ല. മാത്രമല്ല ഇത് 2% എന്താണ് ഫോണിൽ ചാർജ് ഉള്ളത്. അപ്പോൾ ഞാനിത് ചാർജ് കുത്തി കൊടുത്തിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ മൈക്ക് കുത്തി കൊടുക്കാൻ പറ്റില്ല, ചാർജ് കുത്തി കൊടുക്കണം. അതേ ഇത് കോട്ടയക്കോടെയാണ് മൈക്കിൻ്റെ ഇത് കൂടി കുത്തി കൊടുക്കുക. അപ്പോൾ സൗണ്ട് ക്ലാരിറ്റിയിലൊക്കെ വിഷയം ഉണ്ടായിരിക്കും. അപ്പോൾ നോക്കാം. ഓക്കെ, അപ്പോഴത്തെ ഒരു സംഗതി, ഇപ്പം ഞാൻ ഒരു കാര്യത്തെ കേൾക്കുമ്പോൾ ഞാൻ പ്രതികരിക്കുന്ന രീതിയിലാവണമെന്നില്ല. എൻ്റെ കൂടെ ഒരാൾ ആ സാധനം കേൾക്കുന്ന സമയത്ത്, ആ സംഗതി കേൾക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഒരാളുണ്ട് വിചാരിക്കുക, അയാളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ ഉണ്ടായിരിക്കുക. ഒരു നിർബന്ധമില്ല, ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെ ഫേഷ്യൽ എക്സ്പ്രഷൻ വെച്ച് ചെയ്യണം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു തമാശ കേട്ട സമയത്ത് ഞാൻ അപ്പം തന്നെ ഉണ്ട് ഐബ്രോസൊക്കെ ഉയർത്തിയിട്ട് അത്ര എക്സൈറ്റ്മെൻറ്റോടുകൂടി ഹോ ഹോ തിരിച്ചു വിചാരിക്കുക. ഇതുപോലെ ആവണമെന്നല്ല അപ്പുറത്തെ ഒരാൾ അതുപോലെ. ചിലപ്പോൾ അയാളത് കേട്ടിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവും, അത് ശരി നല്ല ലെവലാവും. ചിലപ്പോൾ അത് നിൽക്കുന്നുണ്ടാവും, ചിലപ്പോൾ അയ്യോ, ചിലപ്പോൾ അയാൾ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിലാവും ചിലപ്പോൾ ഫേഷ്യൽ എക്സ്പ്രഷൻ സൗണ്ട് ഉണ്ടാക്കണമൊക്കെ ഉണ്ടാവുക. ഞാൻ വേറൊരു എക്സാമ്പിൾ എനിക്ക് പറഞ്ഞു കേട്ടോ. ഇപ്പം ചില ആളുകൾ ഭയങ്കര തന്നെ, ഞാൻ ഇപ്പോൾ പറഞ്ഞു, ഭയങ്കര തഗ് ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ടാവുക ആ ഗ്രൂപ്പിലെ ഇത് കേൾക്കണ ആളുകൾ. പക്ഷേ ഒരാളൊക്കെ പരിശ്രമം നോക്കിയിട്ട് എന്ത് ഇയാൾ കാണിക്കണം ഈ ഒരു സാധനത്തിൽ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നുണ്ടായിരിക്കുക ഈ വ്യത്യാസം? പറയുമ്പോൾ അവർ തമാശയല്ലേ പറയണം, അപ്പോൾ എല്ലാവരും ചിരിക്കല്ലേ വേണ്ടത്. പോട്ടെ, ചെറിയ വ്യത്യാസം ഫേഷ്യൽ എക്സ്പ്രഷൻ സംഭവിച്ചാലും ചിരിയല്ലേ, ആ ചിരിയുമായി ബന്ധപ്പെട്ട ഫേഷ്യൽ എക്സ്പ്രഷൻ അല്ലേ മുഖത്ത് വരേണ്ടത് അല്ലേ? അതെന്താ അങ്ങനെ വരാത്തത്? സംഭവം അത്രയേ ഉള്ളൂ. ഈ ഓരോരുത്തരുടെയും ബാക്ക്ഗ്രൗണ്ട്, അതായത് ഇമോഷണലായ ഒരു ബാക്ക്ഗ്രൗണ്ട്, കൾച്ചറലായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട്, അതേപോലെ നമ്മുടെ ഒരു എക്സ്പോഷർ, നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ, നമ്മൾ ചെറുപ്പത്തിൽ അനുഭവിച്ച ട്രോമ, അല്ലെങ്കിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ട്രോമ കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജിൽ, പോസ്റ്റ് ട്രോമാറ്റിക് ആയിട്ടുള്ള സ്റ്റേജ്, ആ സ്റ്റേജ് എങ്ങനെ ഡീൽ ചെയ്യുന്നത്, തെറാപ്പി നമ്മൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ, നമ്മുടെ പേടികൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ, നമ്മുടെ ഒരു വായനയുടെ ലോകം, സിനിമ കണ്ടിട്ട് ഉള്ള അതിൻ്റെ ഒരു ലോകം, നമ്മുടെ ഒരു എക്സ്പോഷർ ലെവൽ, ഇതൊക്കെ സ്വാധീനിക്കും നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷനെയും നമ്മുടെ പെരുമാറ്റ രീതിയൊക്കെ. അതിൽ സംശയമൊന്നുമില്ലല്ലോ. ഇത് തന്നെയാണ് കാരണം. ഇനി ഞാൻ വളരെ സിമ്പിളായിട്ട് കാര്യം പറഞ്ഞു കേട്ടോ. ഇപ്പോൾ ചില ആളുകൾ കണ്ടിട്ടുണ്ട്, അവർ ഒരു അത്രയും സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമായിരിക്കും കേൾക്കുന്നുണ്ടായിരിക്കുക. പക്ഷെ അപ്പോഴും അത് കേൾക്കുന്ന സമയത്ത് അവർക്ക് എന്താ വെച്ചാൽ അയ്യോ എന്നുള്ള ഒരു ഞെട്ടലുണ്ടാവില്ല. ചിലവർ വളരെ നാടകീയമായിട്ടൊക്കെ അങ്ങനെ അഭിനയിക്കണവരുണ്ട് കേട്ടോ. അത് വേറെ ടീംസ്, അത് നമുക്ക് അറിയേണ്ടതാണ് സമൂഹത്തിൽ. ഇപ്പോൾ ചില കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ പറയും. അപ്പോൾ അവർക്ക് ഒരു തമാശ അവരത് പറയണമെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഇഷ്ടമാവണമെന്നുണ്ടാവില്ല. പക്ഷെ എന്നാലും എന്താ വെച്ചാൽ അവർ കൊണ്ടിരിക്കും. ശ്രദ്ധിച്ചില്ലേ? നല്ല കാശുള്ള ഒരാളൊരു തമാശ പറയുകയാണെങ്കിൽ അത് തമാശ ഇല്ലാതെ നമുക്ക് മനസ്സിലാവുണ്ടാവും കൂടുതൽ. പക്ഷെ എന്താ വെച്ചാൽ ചിലവരും ഇങ്ങനെ ചിരിക്കുക. എന്താ വെച്ചാൽ അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ അതിലൂടെ കിട്ടുന്നുണ്ടായിരിക്കും. കാശ് കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ കാര്യങ്ങളോ, അല്ലെങ്കിൽ എന്തെങ്കിലും പൊസിഷൻ കുറച്ച് ബെറ്ററായ ഒരു പൊസിഷനിലേക്ക് മാറ്റുക, എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടാവും ഈ ചിരിച്ച് കാണിക്കുന്ന ആളുകളോട്. വേറെ ചില ആളുകൾ, അല്ലെങ്കിൽ ഇവർക്ക് എന്താ വെച്ചാൽ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, പല റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകൾ പലരും വളരെ ടോക്സിക്കായ സാധനമായിരിക്കും ഇങ്ങനെ പറയുന്നുണ്ടായിരിക്കുക. അപ്പോൾ പോലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വെൽ ഡൺ, അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ആളുകളുണ്ട്. അവർ ചിലപ്പോൾ അപ്പോഴത്തെ ഒരു ഇമോഷണൽ സാധനത്തിലായിരിക്കും കമൻറ്റ് ചെയ്ത് പോകണ്ടായിരിക്കുക. അതായത് നമ്മൾ ചില ഇമോഷൻസൊക്കെ പെട്ടെന്ന് മുഖത്ത് വരുമ്പോൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യണമായി, പെട്ടെന്ന് അപ്പോൾ തോന്നുന്ന സാധനം ആലോചിക്കാണ്ട് കമൻറ്റ് ചെയ്ത് പോകണവരായിരിക്കും. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ അത് മാറിയിട്ടുണ്ടാവും. പിന്നെ ആ കമൻറ്റ് ചെയ്ത് തന്നെ മറന്നു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇവർ ആ മൂഡ് തന്നെ മാറിയിട്ടുണ്ടാവും.
അത് ഒരേ കാര്യത്തെ ഇത്തിരി ഇറങ്ങി ചിലപ്പോൾ നമ്മൾ വേറെ രീതിയിലാവും ചിന്തിക്കേണ്ടാവുക. അതായത് ഇപ്പോൾ ഒരു കാര്യത്തെ നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ ഇങ്ങോട്ട് ചിരിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അയ്യോ സോറി കേട്ടോ ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു, അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക്. അതുപോലെ നമ്മൾ കമൻറ്റ് ചെയ്തിട്ട് ഇത്തിരി ഇറങ്ങി അയ്യോ സോറി അത് ഞാൻ എന്താ അങ്ങനെ ചെയ്ത്. അപ്പോൾ ഈ നമ്മുടെ സ്വാഭാവികമായിട്ട് വരുന്ന ഇൻസ്റ്റിങ്ച്വലായിട്ട് വരുന്ന ഒരു കാര്യമുണ്ടല്ലോ, നേച്ചറലായിട്ട് വരുന്നതിൻ്റെ മുകളിൽ വേറൊരു തോട്ട് വരും. നമ്മൾ ആ സാധനത്തിനെ എന്താ അനിമലിസ്റ്റിക് എന്നതിന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, വേറെ ബെറ്റർ വേർഡ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരിക കേട്ടോ. പെട്ടെന്ന് എനിക്ക് കിട്ടുന്നില്ല അത്. അതായത് നേച്ചറലായിട്ട് നമുക്ക് തോന്നുന്ന ഒരു സാധനമല്ലേ, ഫസ്റ്റ് ലെവലിൽ നമുക്ക് തോന്നുന്ന ഒരു സാധനത്തിന് അതിൻ്റെ മുകളിൽ വേറൊരു തോട്ട് കൂടി വെച്ച് നമ്മൾ ഇതിനെ റീഫൈൻ ചെയ്ത് ഒന്ന് ഡിസിപ്ലിൻഡ് ആക്കി ഒന്ന് സ്ട്രക്ചേർഡ് ആകുക, ഒന്ന് മോൾഡ് ചെയ്യപ്പെടുകയും ചെയ്യും, അല്ലെങ്കിൽ വേറൊരു രീതിയിലാക്കി മാറ്റും. ഇത് മോൾഡ് ചെയ്യപ്പെടില്ല വേറെ രീതിയിൽ. അപ്പോൾ എന്താ വെച്ചാൽ അതിനെ ഒന്ന് അഡൾട്രേറ്റ് ചെയ്തിട്ടാവും സാധനമൊക്കെ ഉണ്ടാവുക. ഇത് പലപ്പോഴും ഇങ്ങനെ ആക്കിയാലാണ് പലപ്പോഴും സോഷ്യലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു നോമിലേക്ക് എത്തുന്നുണ്ടായിരിക്കുക അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മരണ വീട്ടിൽ എത്ര തന്നെ ഒരാളടുത്തേക്കുള്ള ഒരു തമാശ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ചില ആളുകളൊക്കെ കണ്ട് ഇങ്ങനെ തമാശയ്ക്ക് പറയുന്നുണ്ടാവില്ല മരണ വീട്ടിൽ തന്നെ കുറേ ആൾക്കാർ കോപ്രായങ്ങളും അതും ഇതൊക്കെ കാണിക്കണം. ഇപ്പോൾ മഹേഷിൻ്റെ പ്രതികാരൊക്കെ സിനിമ കണ്ടാൽ മനസ്സിലാവും, അതിലങ്ങനെ സീനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അപ്പുറത്തെ ഒരാൾ തമാശ പറയുകയാണെങ്കിലും നമ്മൾ കൊണ്ട് തിരിക്കുമോ? ഇല്ല, നമ്മളത് കൺട്രോൾ ചെയ്തിട്ട് പലരും ഇങ്ങനെ നിൽക്കും. ഒരു തരത്തിൽ പറഞ്ഞത് ഫേക്കല്ലേ, ചിരി വന്നിട്ട് ചിരിക്കല്ലേ വേണ്ടത്. പക്ഷെ പലരും ചിരിക്കൂല, കാരണം എന്താ വെച്ചാൽ മരണ വീടാണെന്നുള്ള ബോധമുണ്ട്. ഇതിനെയാണ് നമ്മൾ ഒരു സാമൂഹികമായി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള സ്വീകാര്യപ്പെട്ട ഒരവസ്ഥയിലേക്ക് മാറ്റുക എന്ന് പറയുന്നത്. ഇനി നമ്മൾ രേണുസുധിക്ക് വരിക കേട്ടോ, അല്ല ഇതിൻ്റെ വേറെ രേണുസുധിക്ക് വരിക. രേണുസുധിയിലെത്തി ഒരു കാര്യം ചോദിക്കും, പലരും പറഞ്ഞു എന്തോ അവൾ ഇങ്ങനെ നിൽക്കണത്, അവളുടെ മോന്തത്തെ ഇങ്ങനെ കൂർപ്പിക്കണത്. ഞാൻ ഈ ബോഡി ഷെയ്മിങ്ങിൻ്റെ കാര്യമില്ല പറഞ്ഞു. പലരും അങ്ങനെ കമൻറ്റ് ചെയ്യൽ, ഞാൻ ബോഡി ഷെയ്ം വെച്ചിട്ടല്ല കേട്ടോ പറയണത്. പലരും അങ്ങനെ പറയുന്നു, എന്താ അവളുടെ നോട്ടം കണ്ടില്ല, അവളുടെ എക്സ്പ്രഷൻ കണ്ടില്ല, അഹങ്കാരി എന്നൊക്കെ. ഒരു കാര്യം പറയട്ടെ, ലൈഫിൽ സാമ്പത്തികമായ ഒരുപാട് ബുദ്ധിമുട്ടുകളും ട്രോമയും അല്ലെങ്കിൽ അസുഖങ്ങളോ ഡിപ്രഷനോ അല്ലെങ്കിൽ വേറെ ആൾക്കാർ ചെറുപ്പത്തിൽ നമ്മൾ ഒരുപാട് പീഡിപ്പിക്കുകയും ശല്യം ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ചൈൽഡ്ഹുഡ് മെമ്മറീസൊക്കെ നമ്മുടെ വ്യക്തിത്വത്തെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ടായിരിക്കും അല്ലേ. അതേപോലെ തന്നെ നമുക്ക് ആ പേടി ഉണ്ടായിരിക്കും. അതുപോലെ ആ ട്രോമാറ്റിക്കായ എക്സ്പീരിയൻസ് കഴിഞ്ഞാലും നമുക്കൊരു പോസ്റ്റ് ട്രോമാറ്റിക് ഒരു സാധനം വരുന്നുണ്ട്, PTSD അങ്ങനെ എന്തെങ്കിലും പറയും. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സാധനമൊക്കെ ചില സമയത്ത് ഓർമ്മ വരുന്നുണ്ടായിരിക്കും. ഇപ്പോൾ രേണുസുധിയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല, അവരെ സൈബർ ബുള്ളിങ് കാര്യമായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ സമൂഹത്തിലെ ആളുകളൊക്കെ അവരെന്തോ പറഞ്ഞാലും അത് കോൺട്രവേഴ്സി ആയിട്ട് ഭൂരിഭാഗം പേര് എടുക്കണത്. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിൽ അവരോട് ഈ കാര്യം ചോദിക്കുമ്പോൾ അവർക്ക് ഈ സാധനമൊക്കെ ഓർമ്മ വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ എന്താ വെച്ചാൽ അവർ മറ്റുള്ളവർ പെരുമാറുന്ന പോലെ, അതായത് സൈബർ ബുള്ളിങ് നേരിടാത്ത ആളുകൾ മറ്റുള്ളവരിൽ നിന്ന് സപ്പോർട്ട് കിട്ടുന്ന ആളുകൾ പെരുമാറുന്ന പോലെ വളരെ കൂളായിട്ട് പറയൂ എന്താണ് കാര്യം, അതെ ഇങ്ങനെയല്ല, അങ്ങനെ കൂളായിട്ട് പ്രതികരിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഒരുപക്ഷെ അവർ വെച്ചാൽ നിങ്ങളെന്ത് തേങ്ങ ഇത് ചെയ്യണത്, ഞാൻ അങ്ങനെയാണ് ഉദ്ദേശിച്ചത്, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടാവും. അപ്പോൾ ഇത് പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ എന്താ കണ്ടില്ല, അവളുടെ അഹങ്കാരം കണ്ടില്ല, അവൾ അങ്ങനെ പ്രതികരിക്കണം, അവളുടെ എക്സ്പ്രഷൻ കണ്ടില്ല, അങ്ങനെ ഇങ്ങനെ. എനിക്ക് വന്ന് ഈ ഒരു സാധനം വെച്ചിട്ടാണ് നിമിഷ ബിജോനെ പോലുള്ള ആളുകൾ ഇപ്പോൾ ഫേമസ് ആവുമെന്ന് തോന്നുന്നു ഗൈസ്. നിമിഷ ബിജോ അല്ല, പല ആളുകൾ ഇപ്പോൾ അതുല്യമൊക്കെ പറയില്ല, അവർ അങ്ങനെ പറഞ്ഞു, മറ്റാൾക്കാരെ കുറിച്ച് അങ്ങനെ പറഞ്ഞു, കുട്ടീനെ നോക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അത് ആ വീഡിയോ കണ്ട ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അതിലൊരു സാഹചര്യത്തിന് മാത്രം എടുത്തിട്ടാണ് രേണുസുധിക്കെതിരെ ആളുകൾ പയറ്റി നോക്കുന്നത്. അവരത്രയും ടോർമെൻറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലെത്തിച്ച് ടോർച്ചർ ചെയ്ത് ബുള്ളി ചെയ്ത് അങ്ങനെ അവസ്ഥയിലെത്തിയിട്ട് ഏറ്റവും അവസാനം അവർ പറഞ്ഞു പോയ ഒരു സാധനത്തിന് ഇവർ അതിനെ മാത്രം എടുത്തിട്ട് സോഷ്യലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിം വെച്ചിട്ട് ഇതിനെ അനലൈസ് ചെയ്യുക. ഈ അനലൈസ് ചെയ്യുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ അപ്പോൾ ഇവിടെയൊക്കെ പ്രശ്നങ്ങളായിട്ട് തോന്നുന്നുണ്ടാവും. ഇതാണ് അതുലിനെ പോലുള്ള വിവരം കെട്ടവന്മാർ സംസാരിക്കണത്. ഇതിനാണ് നിമിഷ ബിജോ വന്നിട്ട് സംസാരിച്ച് എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സൈക്കോളജീനെ കുറിച്ച് ബേസിക്കായിട്ട് ധാരണ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഡിപ്രഷനിലൂടെ കടന്നുപോയ ഒരാളാണെങ്കിൽ നമുക്കിത് മനസ്സിലാവും എന്താ സംഗതി എന്ന്. അല്ലെങ്കിൽ നമ്മളെ ചെറുപ്പത്തിൽ ഒരുപാട് പേര് ഒറ്റപ്പെടുത്തി, ഒരുപാട് കഷ്ടപ്പെടുത്തി, ദുരിതം അനുഭവിപ്പിക്കുക, നമ്മൾ ഒരുപാട് ദുരിത ജീവിതം അനുഭവിച്ച ആളാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ തെറാപ്പിയൊക്കെ ലൈഫിൽ സൈക്കോളജിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ, ഓൺലൈനോ ഓഫ്ലൈനായിട്ട് തെറാപ്പി എടുത്തിട്ടുണ്ടെങ്കിലൊക്കെ നമുക്കിത് മനസ്സിലാവും ഇത് എന്താ സംഗതി. ഒന്നും വേണ്ട, ഞാൻ ഇതിൻ്റെ ഒരു എക്സ്ട്രീം സാധനം പറഞ്ഞില്ല. ചില ആളുകൾ മരിച്ചു എന്നാണ് കേട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ആളായിരിക്കും, അവർ കാമുകനും ഭർത്താവൊക്കെയോ, അപ്പോൾ പോലും ചിരിക്കുന്ന പാർട്ട്നേഴ്സ് ഉണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അവരെ ന്യായീകരിക്കല്ല കേട്ടോ, ഞാൻ കണ്ടിട്ടുണ്ട്. അവർ അത്രയും ട്രോമ അനുഭവിക്കുന്ന സമയത്ത് അവരെ ഇഷ്ടപ്പെടുന്ന, അവരെ അത്രയും കാലം സപ്പോർട്ട് ചെയ്ത ഒരാൾ മരിച്ചു എന്നൊക്കെ കേൾക്കുമ്പോൾ അവർ ആ ഷോക്കിൽ ചിലപ്പോൾ ചിരിക്കുക ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ പറയും, അപ്പോൾ നമ്മൾ വിവരം കെട്ടാൻ ജന്തുക്കളാണെങ്കിൽ നമ്മളെന്ത് പറയും, എന്താ അല്ലേ ഇത്രയും അവർ ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് അവൾ ചിരിക്കുക ചെയ്യണം. അങ്ങനെ വിലയിരുത്താൻ പറ്റുമോ? അത്
തന്നെ ചിരിക്കും, ഇത്തിരി തന്നെ വീണ്ടും കരയുണ്ടാവും, വീണ്ടും ചിരിക്കുന്നുണ്ടാവും. ഇങ്ങനെ ഒരു അവസ്ഥ എത്തും. കാരണം അവരെ കിളി പാറിയിട്ടുണ്ടാവും. അതേപോലെ ഞാൻ വേറൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ ഫീലിംഗ് ടൈപ്പ് ആളുകൾക്ക് പലപ്പോഴും സംഭവിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അവരെന്താ വെച്ചാൽ, ഇപ്പം നമ്മൾ എന്ത് പറഞ്ഞാലും അതിനെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി, അതിൻ്റെ നെഗറ്റീവ് സാധനം എടുക്കാൻ വേണ്ടി, ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടി, മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി കുറേ ആളുകൾ ഈ സമൂഹത്തുണ്ട്. കൂടുതൽ ആളുകൾ നെഗറ്റീവ് മൈൻഡഡ് ആളുകൾ. അപ്പോൾ അങ്ങനെ സമൂഹത്തിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ പോസിറ്റീവായിട്ട് പറഞ്ഞാൽ ആളുകൾ നെഗറ്റീവായിട്ട് എടുക്കുന്നുണ്ടാവുക. അത് നമുക്ക് ചിലപ്പോൾ തോന്നും, നമുക്ക് മനസ്സിലാവും നീ അയാളോട് സംസാരിച്ചിട്ട് കാര്യമില്ല, അയാൾ ഈ നെഗറ്റീവ് സാധനം എടുക്കുള്ളൂ എന്ന്, നെഗറ്റീവായിട്ട് അതിന് മാറ്റുള്ളൂ എന്ന്. അപ്പം നമുക്ക് നിരാശയോ സഹതാപമോ അല്ലെങ്കിൽ എന്തൊക്കെയോ തോന്നും, നമ്മളോട് തന്നെ ഒരു സഹതാപമോ അല്ലെങ്കിൽ ഒറ്റപ്പെടലും അങ്ങനെ ഒറ്റപ്പെടലും ഒക്കെ തോന്നുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ തന്നെ ട്രോൾ ചെയ്യും. എന്താ എൻ്റെ അവസ്ഥ അല്ലേ, ഞാൻ എവിടെ പരിപാടി ഏൽപ്പിച്ചാലും ഇങ്ങനെയാണല്ലോ, ഈ ഒരു സാധനം തോന്നുന്നുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഒരുപാട് ഡൗൺ ആയിട്ട് മെൻ്റലി ഇമോഷണലി ഡൗൺ ആണെങ്കിൽ നമ്മൾ ചിരിക്കണതായിരിക്കും ദയനീയമായിട്ട്. പക്ഷേ വിഷയം എന്താ വെച്ചാൽ സങ്കടമായിരിക്കും ഉള്ളിൽ. പക്ഷെ നമ്മുടെ മുഖത്ത് കാണുന്നത് ചിരിയായിരിക്കും. അപ്പോൾ അപ്പുറത്തുള്ള ആളെന്ത് വിചാരിക്കുക, ധിക്കാരം കാണിക്കണ്ടില്ലേ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതായത് നോണ പറഞ്ഞിട്ട് ചിരിക്കണു, എന്നെ കളിയാക്കി ചിരിക്കണം. ചിലവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കളിയാക്കി മറ്റാളെ കളിയാക്കി ചിരിക്കുകയാണെന്നൊക്കെ. നമ്മൾ ചിലപ്പോൾ കളിയാക്കിയിട്ടല്ല ചിരിക്കുന്നുണ്ടാവുക. അതായത് നമ്മൾ പറയുന്നത് അയാൾ മനസ്സിലാക്കണില്ലല്ലോ, ദൈവമേ എന്താണ് ഇങ്ങനെ എന്നുള്ള നിസ്സായ അവസ്ഥയിലാണ് നമ്മൾ ചിരിക്കുന്നുണ്ടാവുക. അത് ഫീൽ ചെയ്തിട്ട് അത് മറ്റാൾ പക്ഷെ എടുക്കുക, കണ്ടോ എന്നെ കളിയാക്കി ചിരിച്ചു, ഇന്ന രൂളയൊക്കെയാണ് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ. പിന്നെ വേറൊരു കേസ് വെച്ചിട്ടുണ്ടോ, നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റാൾക്ക് വിഷമം, ശരി ചിലപ്പോൾ നമ്മുടെ ഭാഗത്തായിരിക്കും, പക്ഷെ നമ്മളിത് പറഞ്ഞാൽ മറ്റേ ആൾക്ക് വിഷമാവുകയോ വെച്ചാൽ അയാളുടെ വിഷമം ഫീൽ ചെയ്തിട്ട്, ഫീലിംഗ് ടൈപ്പ് ആളുകൾക്ക് മാത്രമേ പൊതുവേ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ അയാളുടെ ഇമോഷൻസ് ഫീലിങ്സ് ഫീൽ ചെയ്തിട്ട് നമ്മളെന്താ വെച്ചാൽ അത് നമ്മുടെ മുഖത്ത് തന്നെ നിഴലിക്കും, കാണും. അപ്പോൾ അപ്പുറത്തുള്ള ആളെന്ത് വിചാരിക്കുക, കണ്ടോ അവൻ്റെ മുഖം വാടി, അതിനർത്ഥം അവൻ്റെ ഭാഗത്ത് തെറ്റാണ് എന്നാണ്. അങ്ങനെ ആ തെറ്റ് കാര്യങ്ങളായിട്ട് മാറും. എനിക്ക് ഈ അനുഭവം ഉണ്ടായിട്ടില്ല, കാരണം ഞാനൊരു ഫീലിംഗ് ടൈപ്പ് വാങ്ങിച്ചില്ല. അപ്പോൾ എനിക്ക് രേണുസുധീരെ ഈ എക്സ്പ്രഷൻ ആളുകൾ ഇങ്ങനെയൊക്കെ പറയുന്നത് കാണുമ്പോൾ എനിക്കത്, ഞാൻ ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ സാധിക്കും. അത് ഇങ്ങനെ കുറേ ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പൊതുവെ മനുഷ്യർക്കും ഇങ്ങനെ സംഭവിക്കും. അതെന്താ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ അങ്ങനെ ഒരു പ്രശ്നത്തിൽ കൂടെ പോയോണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ പ്രശ്നത്തിൽ കൂടെ എന്നല്ല, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലൊക്കെ ഈ അനുഭവങ്ങൾ നമുക്കും വരും. ഇന്നല്ലെങ്കിൽ നാളെ വരുന്നുണ്ടാവും തന്നെയാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. നമ്മളെത്ര ആളുകളെ കാണുന്നതാ, നമ്മളുണ്ടാക്കിയ അളവ് കോണുകൾ വെച്ച് എല്ലാവരെയും അളക്കാൻ പറ്റൂല. എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചതാണ്, പറ്റൂല. അതന്നെ അതിൻ്റെ കാര്യം. ഇപ്പോൾ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള, അസുഖങ്ങളുള്ള ആളുകളുടെ ഒരു ഡെസ്പറേഷനും ഫ്രസ്ട്രേഷനും ഇതൊക്കെ അതുപോലെ ആവണമെന്നില്ല. സാമ്പത്തികമായിട്ട് ഓക്കെ ആയിട്ടുള്ള അസുഖങ്ങളൊന്നും ഇല്ലാണ്ട് കൂളായിട്ട് ഇങ്ങനെ നിൽക്കണം, നല്ല ഹാപ്പി മൂഡിൽ നിൽക്കണം ഒരാൾ പ്രതികരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കാര്യം എടുക്കുക, നമ്മുടെ കയ്യിൽ ഇപ്പോൾ വൈകുന്നേരം നമ്മളേക്ക് കുറച്ച് കാശ് വേണം, ഒരു വഴിയിൽ അത് കൊടുത്തേ പറ്റും, അല്ലെങ്കിൽ ആകെ കിളി പോകാറ്, അവർ വിളിച്ചുകൊണ്ടേ ഇരിക്കണം, അങ്ങനെ അവസ്ഥയിൽ പ്രശ്നങ്ങളാവും. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ ഡെസ്പറേഷനിൽ ഇരിക്കണ ഒരാൾക്ക് ഒരു തമാശ ആസ്വദിക്കാൻ പറ്റണമെന്നില്ല. ഇപ്പോൾ പലരും ഫാമിലിയിലൊക്കെ പലരും പറയുന്ന കാര്യമില്ലേ, കെട്ടിയോന് എന്നോട് സ്നേഹമില്ല, ഭാര്യയ്ക്ക് എന്നോട് സ്നേഹമില്ല എന്ന് കെട്ടിയോനും പറയുന്നുണ്ടോ. ഇത് ചിലപ്പോൾ സാമ്പത്തികമായ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ പലപ്പോഴും ഉണ്ടാവുന്നതായിരിക്കാം, അല്ലെങ്കിൽ അസുഖങ്ങൾ എന്തെങ്കിലും, അപ്പോൾ അതിൻ്റെ ഫ്രസ്ട്രേഷൻ ഉണ്ടായിരിക്കും, അതുണ്ടായിരിക്കും. ഞാൻ അവർ ന്യായീകരിക്കണതല്ല കേട്ടോ. അപ്പോൾ അവരൊരു എക്സ്പ്രഷനിലും റിയാക്ഷനിലും പ്രതികരണത്തിലൊക്കെ വിഷയം ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, മനുഷ്യന് ജീവിക്കണമെങ്കിൽ അത്യാവശ്യം കാശും ആൾ ഹെൽത്തി ആണെങ്കിൽ ബാക്കിയൊക്കെ നമുക്ക് കുറേയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടായിരിക്കുന്ന എനിക്കൊന്ന്, കുറേയൊക്കെ കേട്ടോ, എനിക്കറിയില്ല. അത് നമ്മുടെ തെറാപ്പി ഒക്കെ എടുത്ത് നമ്മുടെ ട്രോമയിനൊക്കെ നമ്മൾ തന്നെ ഡീൽ ചെയ്ത്, അല്ലെങ്കിൽ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറൊക്കെ ചിലപ്പോൾ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് പലപ്പോഴും. കാരണം നമ്മൾ പറയാം, വില്ലൻസ് ആർ നോട്ട് ബോൺ ബട്ട് ക്രിയേറ്റഡ് എന്ന്. നമ്മൾ ഇതിനൊക്കെ ഇങ്ങനെ ആഘോഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ക്ലാസ് റൂമിൽ ഒരു കുട്ടീനെ കളിയാക്കപ്പെടുന്നു, ആ കുട്ടി പിന്നീട് വില്ലനാവണം. ആ വില്ലൻ അവസാനം ചിലപ്പോൾ എല്ലാവരും കൂടി തല്ലിക്കൊല്ലുണ്ടായിരിക്കും. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചാൽ, ആ വില്ലൻ്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് പിന്നീട് നമുക്ക് മനസ്സിലാവും, അയാളുടെ അനുഭവങ്ങൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, ഇത് ഞാൻ എക്സ്ട്രീം സാധനം പറയുന്നത്, നിങ്ങൾ അങ്ങനെ ആലോചിക്കേണ്ട. പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പലപ്പോഴും ഒരു കൂട്ടം ആളുകൾ മൊത്തം ഒറ്റപ്പെടുത്താൻ തോന്നുന്ന സമയത്തെ നമ്മളെ ഒരു നികൃഷ്ട ജീവിയായിട്ടൊക്കെ, അല്ലെങ്കിൽ വളരെ മോശമായിട്ടൊക്കെ മറ്റുള്ളവർ കരുതുന്നുണ്ടായിരിക്കാം. പക്ഷേ നമ്മുടെ ഭാഗം നമുക്ക് മാത്രമേ മനസ്സിലാവേണ്ടുള്ളൂ, അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കൾക്കൊക്കെ. അപ്പോൾ രേണുസുധീനെ എല്ലാവരും സൈബർ ബുള്ളി ചെയ്തിട്ട് അവളുടെ എക്സ്പ്രഷൻ ഇതിനൊക്കെ എല്ലാവരും ഇങ്ങനെ വളരെ മോശം രീതിയിൽ പറയുമ്പോൾ എനിക്ക് അവരോട് ഒരു എമ്പതി തോന്നാനുള്ള കാരണം ഇതാണ്. കാരണം നമ്മളിങ്ങനെ സൈക്കോളജിക്കലി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സ്റ്റേജിൽ കൂടെയും പോയിട്ടുണ്ട്, ആളുകളെയും കണ്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ പൊതുവേ നല്ല തഗ്ഗായിട്ട് തമാശയ്ക്ക് പറയുന്ന മനുഷ്യൻ, പക്ഷേ നമ്മൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിലും കുറേ സങ്കടങ്ങളിലും, അല്ലെങ്കിൽ നമുക്കൊരു ബ്രേക്കപ്പ് കിട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയിലൊക്കെയാണെങ്കിൽ നമുക്ക് അങ്ങനെ തഗ്ഗായിട്ടിരിക്കാൻ പറ്റണമെന്നില്ല. ഭയങ്കര ഡെസ്പറേഷനായിരിക്കും. ഒരാളോട് ഒരു കാര്യം അവതരിപ്പിക്കുക, എത്രയും പെട്ടെന്ന് പറയാനും ക്ഷമ ഉണ്ടാവില്ല ചിലപ്പോൾ. ഇങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ട്. പ്രാന്ത് തരം പറയും, ഇത് എല്ലാവരിലും ഈ സാധനം ഉണ്ട് എന്നാണ് ഞാൻ പക്ഷേ ചിലർക്ക് കുറേ കഴിഞ്ഞിട്ട് തിരിച്ചു വരിക, അല്ലെങ്കിൽ അത്രയും ഇത് പുറത്തു വരിക, അല്ലെങ്കിൽ അത്രയും ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തുമ്പോഴൊക്കെയാണ്
അങ്ങനെ അനുഭവത്തിലൂടെ പോകുമ്പോഴൊക്കെ ഇത് പോപ്പപ്പ് ചെയ്ത് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതൊന്നും ഇല്ലാണ്ട് നമ്മൾ കുറച്ച് അനുഭവങ്ങൾ വെച്ചിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളും വെച്ച് നമ്മുടേതായ കുറച്ച് ഇതൊക്കെ വെച്ചിട്ട് ഒരു സാമൂഹികമായ നമ്മൾ പറയാം സോഷ്യൽ കൺസ്ട്രക്റ്റ് എന്ന് പറയും, സാമൂഹികമായിട്ട് നമ്മൾ നിർമ്മിച്ചെടുത്ത ഒരു സാധനം, നമ്മൾ കണ്ടു പരിചയിച്ച ഒരു സാധനം വെച്ച് എല്ലാവരും ഇളക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരാളുടെ എക്സ്പ്രഷനും റിയാക്ഷനും വെച്ചിട്ടൊന്നും നമ്മൾ അയാളെ വിലയിരുത്താൻ പറ്റില്ല, അയാൾ അങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ വേറെ കാര്യം, ഉള്ളിൻ്റെ ഉള്ളിൽ മഹാക്രൂരതയും മോശത്തരം കാണിക്കുന്ന ആളുകളും അതിനൊക്കെ റിഫൈൻ ചെയ്തിട്ട് നൈസായിട്ട് പെരുമാറിയിട്ട് നമ്മളെ പറ്റിക്കലുണ്ട്. എനിക്ക് വേണം കൃത്യമായിട്ട് ആളുകൾ പറയും, രേണുസുധീർ വിഷയത്തിൽ എനിക്ക് കൃത്യമായിട്ട് ആൾക്കാരെ പേര് പറയാൻ പറ്റും, പക്ഷേ ഞാൻ പറയുന്നില്ല. അത് വേണ്ട, അവർക്ക് അങ്ങനെ ഒരു വിഷയമുണ്ട് പാവങ്ങൾ അല്ലേ. അതൊരു മിനിമം 80 വെച്ച് പറയണതാ. ഇതാണ് സാധനം. ദർ എ ഡിഫറൻസ് ബിറ്റ്വീൻ ബീയിങ് നൈസ് ആൻഡ് ബീയിങ് കൈൻഡ്. നമ്മൾ മോശം എന്നോ ക്രൂരനെന്നോ ഒക്കെ വിചാരിക്കുന്ന പല ആളുകളിൽ ഇവരായിരിക്കും ഉള്ളിൽ മാടപ്രാവിൻ്റെ ഒരു ഇതൊക്കെ ഉള്ള ആളുകളൊക്കെ ആയിരിക്കും പലപ്പോഴും. അപ്പം നമുക്കിത് തിലകൻ അങ്ങനെ പറയാൻ പറ്റും. ഒന്നും വേണ്ട, INFJ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യും. INFJ അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ ഇതൊക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ INFJ നോക്കി നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷനും അല്ലെങ്കിൽ അവർ പെരുമാറുന്ന രീതി വർത്താനമൊക്കെ കേട്ടിട്ട് നമുക്ക് ചില ആളുകൾക്ക് അവർ പിടിക്കില്ല, പക്ഷേ ആ ഒരു ഹെൽപ്പിന് ഇവരെ അടുത്ത് വന്നിട്ട് ഇവർ ചെയ്ത് കൊടുക്കും. പക്ഷേ ഇവർക്ക് ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളില്ലേ, അവരെ അടുത്ത് പോയൊക്കെ ഒരു ഹെൽപ്പിന് വേണമെങ്കിൽ അവർ ഭയങ്കര സെൽഫിഷായിട്ട് പെരുമാറും. പക്ഷേ INFJക്കാർ പൊതുവെ ഇങ്ങനെ പെരുമാറില്ല. ഇതാണ് INFPയുടെ അവസ്ഥ, ഇങ്ങനെ തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് പൊതുവെ എന്താ വെച്ചാൽ നിങ്ങളുടേതായ കുറേ അളവ് കോണുകളിലൂടെ വെക്കുമ്പോൾ നമ്മൾ മോശക്കാരായിരിക്കും പലപ്പോഴും. നമ്മളല്ലേ പൊതുവെ പലരും. അപ്പോൾ ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ സംസാരിക്കുന്നത്. ഒരിക്കലും ഇത് വലിയ വലിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലേക്കും വലിയ വലിയ കച്ചറകളിലേക്കും അടികളിലേക്കും വലിയ എന്താ പറയുക എന്തിനാ വിലയിരുത്താണ്ട് വലിയ രീതിയിൽ വിലയിരുത്താണ്ടിരിക്കാൻ മനുഷ്യരെ. കാരണം അവർക്ക് ഏത് രീതിയിലാണ് അവർ ജീവിതം ഉണ്ടായിരുന്നത്, അവർ എന്തൊക്കെ പേടികളിലൂടെയാണ്, സങ്കടങ്ങളിലൂടെയാണ്, ട്രോമയിലൂടെയാണ്, തെറാപ്പിയിലൂടെയാണ് കടന്നുകൊണ്ടിരുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ലായിരിക്കും. ഇപ്പോൾ എത്ര ക്രൂരമായ രീതിയിൽ ദയാച്ചു പറഞ്ഞത് പ്രാന്താണ് രേണുസുധിക്കുന്നത്, മെൻ്റലാണ് എന്നൊക്കെ അങ്ങനെ പറയാൻ പാടുണ്ടോ? ഒരു സൈക്കോളജിസ്റ്റ് എന്നിട്ട് പ്രതികരിച്ചായിരുന്നല്ലോ അതിനെതിരെ. ഇങ്ങനെ പറയാൻ പാടുണ്ടോ? എത്ര ക്രൂരമായിട്ടാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, നിങ്ങൾക്കൊരു കുറച്ച് വർഷം ഒരുപാട് ഇഷ്ടമുള്ളൊരു, ഞാൻ രേണുസുധിയുടെ കാര്യമില്ല ഇപ്പോൾ ഈ പോയിന്റ് പറയുന്നത്, ഒരുപാട് ഇഷ്ടമുള്ളൊരു മനുഷ്യൻ നിങ്ങളുടെ ലൈഫിൽ നിന്നാണ് പോയി ആയിരിക്കുക. പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എത്ര വല്ലാത്തൊരു ഇമോഷണൽ ഔട്ട് ബേസ്റ്റ് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കണം. ആ സമയത്ത് നിങ്ങളെ ആൾക്കാർ കുറ്റപ്പെടുത്തിക്കൊണ്ട് ചെയ്യേണ്ടി വിചാരിക്കുക. നിങ്ങളെങ്ങനെ പ്രതികരിക്കേണ്ടാവുക? നിങ്ങളിങ്ങനെ വന്നിട്ട് ഹായ് സുഖമല്ലേ ഗൈസ്, ഞാൻ ഇന്നത്തെ ഇങ്ങനൊരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണോ പ്രതികരിക്കുക? അല്ലെങ്കിൽ പറയൂ, ഒരാൾ ഒരു തമാശ പറയുമ്പോൾ അതുപോലെ ഇല്ല, ചിലപ്പോൾ തന്നെ ഇരുന്ന് കരയും, കുറേ പ്രശ്നങ്ങളുണ്ടായിരിക്കും. സൈക്കോളജിസ്റ്റ് കണ്ടുവരും, ചിലപ്പോൾ നമ്മൾ സൈക്കോളജിസ്റ്റൊന്നും നിൽക്കൂല, നമ്മൾ സൈക്കാട്രിസ്റ്റിനെ പോയി കണ്ടുവരും, മെഡിസിൻസ് എടുക്കേണ്ടി വരും, ഒക്കെ ഉണ്ട്. ഈ ഡിപ്രഷനോടെ പോകണമെന്ന് അറിയാണ്ട് ജീവിക്കുന്ന എത്ര ടീംസ് ഉണ്ട് അറിയാം, ഇഷ്ടം പോലെ ആളുകളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഏകദേശം പറയുന്നത്. 10-15 മിനിറ്റോളം ആയില്ലേ സമയം. ഇത് ഓഡിയോ ക്ലാരിറ്റി ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല ഗൈസ്. എന്തായാലും ഞാനിതിങ്ങനെ പോസ്റ്റ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ എൻ്റെ ഹാൻഡ് റിട്ടൺ ബുക്ക് വാങ്ങിക്കോട്ടെ. അതിൻ്റെ ബുക്കിൻ്റെ ലിങ്ക് അതിനെക്കുറിച്ചുള്ളൊരു സംഗതി ഞാൻ താഴെ കമൻറ്റ് പിൻ ചെയ്ത് വെക്കാം. ഹാൻഡ് റിട്ടൺ ബുക്കാണ്, വളരെ ഡിഫറെൻ്റാണ്. ജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിലൂടെ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാധനം ഞാനൊരു വളരെ വെറൈറ്റി രീതിയിലൊക്കെ ആയിട്ട് ഞാൻ ഒരു എന്താ പറയുക, എൻ്റെ ഒരു ഡയറി ഞങ്ങൾക്ക് വായിക്കുന്നതെന്ന് എന്താ അവസ്ഥ ഉണ്ടാവും, അങ്ങനെയുള്ളൊരു ബുക്കാണ്. വളരെ ഡിഫറെൻ്റ് ആയിരിക്കും, അതിലെനിക്ക് സംശയമൊന്നുമില്ല. താല്പര്യമുള്ളവർ വാങ്ങിക്കാം. ഈ വീഡിയോ പറ്റുകയാണെങ്കിൽ ആളുകൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബിഗ് ബോസ് റിവ്യൂ സാധനങ്ങളൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ കാണുന്നുണ്ടായിരിക്കും. നമ്മുടെ ഒരു കുഞ്ഞു ചാനലാണ്, സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കുറച്ച് മാന്യമായ രീതിയിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. പലരും തെറിയൊക്കെ വിളിച്ചിട്ട് പോകുന്നുണ്ട്, അതായത് തെറി വിളിക്കാണ്ടിരിക്കാൻ ഞാനും തെറി വിളിക്കും ഒരു ലെവൽ കഴിഞ്ഞാൽ. ഓക്കെ, താങ്ക് യു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക.